ഹായ്, ഹലോ, നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്താ മാധ്യമങ്ങളിലും ആനുകാലിക സാമൂഹ്യ മാധ്യമങ്ങളിലും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ലഹരി. എന്താണ് ഇതിന് കാരണം എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ വലിയ തോതിൽ ഇത് പരിഹാരമാണ്. ആരാണ് കാരണം എന്ന് ചോദിച്ചാൽ രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും ഇങ്ങനെ പല പല ചോദ്യങ്ങളും ബാക്കിയാവും. ഇവരൊക്കെ തന്നെയാണോ അതോ സ്വയം ചെന്ന് ചാടുന്നതാണോ? ഈ പറഞ്ഞ മാതാപിതാക്കളും രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും ഒക്കെ ഇടപെടുന്നതിന് മുമ്പേ തന്നെ സ്വയം ലഹരിയിലേക്ക് എടുത്ത് ചാടാൻ തീരുമാനിക്കപ്പെട്ട തലമുറയെയാണ് നാം കണ്ടുവരുന്നത്. കാരണം അവർ അനുഭവിക്കുന്ന സ്ട്രെസ്, സ്ട്രെയിന്, അരക്ഷിതാവസ്ഥ, പേടി, അങ്ങനെ പല പല കാരണത്തിനും അഭയം തേടുന്നത് ലഹരിയിലേക്കാണ്. പലരുടെയും ഡയറക്ഷൻ, ദിശാബോധം മാറിപ്പോയിരിക്കുന്നു. ഈ പറഞ്ഞ കാര്യത്തിനൊക്കെ ഉത്തരം കിട്ടുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ഉള്ളിലെ ധൈര്യത്തെ, നമ്മുടെ ഉള്ളിലെ ശക്തിയെ ആരും തിരിച്ചറിയുന്നു. ശ്രദ്ധ മുഴുവൻ പുറത്തേക്കായി. മുമ്പ് കസ്തൂരിമാനെ പറ്റി കവി പറഞ്ഞ പോലെ ആരും ഉള്ളിലേക്ക് നോക്കുന്നില്ല. സ്വന്തം കസ്തൂരി ഗന്ധം അന്വേഷിച്ചുകൊണ്ട് ആ മാൻ പുറം ലോകത്ത് അലഞ്ഞു തിരിഞ്ഞപ്പോൾ അതിനുണ്ടായ ആശങ്ക അത് തന്നെയാണ് ഇന്നത്തെ യുദ്ധത്തിനും ഉണ്ടായിട്ടുള്ളത്. ഉള്ളിലേക്ക് ശ്രദ്ധ കൊടുത്ത് തൻ്റെ ഉള്ളിലെ ശക്തിയെയും തൻ്റെ ധൈര്യത്തെ തിരിച്ചറിയുമ്പോൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ലഹരിക്കും തന്നെ അടിമപ്പെടുത്തുവാൻ കഴിയില്ല എന്ന് തിരിച്ചറിവുണ്ടാവുന്നു. അതാണ് വേണ്ടത്. നാം വർജിക്കേണ്ട ലഹരി ബാഹ്യമായ ലഹരിയാണ്. നാം സ്വീകരിക്കേണ്ട ലഹരി ആന്തരികമായ ലഹരിയാണ്. ശ്രമിച്ചു നോക്ക്. സ്വാഗതം. ഞാനൊന്ന് സഹായിക്കാം. എന്നെ പോലെ പലരും. നന്ദി, നമസ്കാരം.